തൃശ്ശൂർ റൗണ്ടിൽ നമ്മുടെ എക്സിബിഷന്റെ എക്സിറ്റിന്റെ അവിടെയാണ് കേട്ടോ. എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ തൃശ്ശൂർ സ്വപ്ന തിയേറ്ററില്ലേ, അതിന്റെ അവിടെ നമ്മുടെ ചാലിശ്ശേരി അന്തോണി മാനിയുടെ അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ഒരു പൈപ്പ് ലൈൻ കുഴിച്ചതാണ്. അതായത് ഒരു പൈപ്പ് ലൈൻ കുഴിച്ചിട്ട് അതിന്റെ പ്രശ്നം ഇന്ന് ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പൈപ്പ് ലൈൻ കുഴിച്ചു കഴിഞ്ഞതിന് ശേഷം ടാറൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വണ്ടികൾ, ഈ മഴ വന്നല്ലോ, തൃശ്ശൂർ പൂരത്തിന്റെ ആ ഒരു ടൈമിലൊക്കെ മഴ വന്നല്ലോ, ആ മഴ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ടാർ ചെയ്തത് അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. ഈ ടാർ ചെയ്യുന്നതും ടാറ് പൊളിക്കുന്നതും ഒക്കെ ജനങ്ങളുടെ ടാക്സിൽ നിന്നാണ്. ഓക്കെ, അപ്പോ ഈ വണ്ടികളുടെ ഫിറ്റ്നസ് പ്രോപ്പർ അല്ലെങ്കിൽ ഫൈൻ ഈടാക്കുന്ന നമ്മളുടെ MBD ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മന്ത്രിയുടെ കീഴിൽ വരുന്ന ഓരോരോ സെക്ഷൻസ് ഉണ്ടല്ലോ. ഇത് വണ്ടിയുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണോ ഇത്? ഒരു റോഡാണോ? വണ്ടികളുടെ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ ഫൈൻ ഈടാക്കും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് പോലും നമ്മളുടെ ഇവിടെ തൃശ്ശൂർ ടൗണിലുള്ള റോഡുകളിലില്ല. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുഴിയാണ്. ഈ കുഴിയിലാണ് ഈ ഉരുളൻ കല്ലുകൾ ഇട്ടുള്ളത്. ബൈക്കിൽ വരുന്ന യാത്രികർക്ക് എത്രത്തോളം അപകടമില്ലാതെ ഈ വഴിയിലൂടെ പോകാൻ കഴിയും? ഈ വഴിയിലൂടെ അപകടമില്ലാതെ പോകാൻ കഴിയുമോ? ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ജനങ്ങൾക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഹെൽമെറ്റ് വെക്കാത്തതിനും ബാക്കിൽ ഒരാൾ ഇരുന്ന് അയാൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിലും ഒക്കെ ഫൈൻ ഈടാക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെയുള്ള ഉരുളൻ കല്ലുകളിലൂടെ പോകുന്ന ഈ 2 വീലേഴ്സ് ആക്സിഡന്റ് ആവുകയാണെങ്കിൽ തലയ്ക്ക് മാത്രമല്ല പരിക്ക് പറ്റുന്നത്, സ്പൈനൽ കോഡ് തൊട്ടിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഇഞ്ചുറി വരും. തളർന്നു കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് ഒരു കുഴപ്പമില്ല അല്ലെ? ജനങ്ങൾ ഫൈൻ അടച്ചുകൊണ്ടിരിക്കണം. ഇതിനൊക്കെ ആർക്ക് ഫൈൻ ഈടക്കണം എന്ന് ചോദിച്ചുകൊണ്ട് ബൈ.